കൃഷ്ണേന്ദുയുടെ വാനമ്പാടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അല്പം മുമ്പ് മൈസൂരിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. സംഗീത സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് ഇപ്പോൾ ടെലിഫോണിലായി. ശ്രീ ബേണി ഇഗ്നേഷ്യസ്, എങ്ങനെയാണ് ജാനകി അമ്മയെ ഈ ഘട്ടത്തിൽ ഓർക്കാനാവുക? സഹോദരൻ ബേണി ജാനകി അമ്മയെ പറ്റി ഓർക്കാനുള്ള ഇങ്ങനെ ആയിപ്പോ എനിക്ക് എന്നെ സംബന്ധിച്ചോളം. അതായത് ഞാൻ സംഗീത ലോകത്ത് പ്രൊഫഷണൽ സംഗീതത്തേക്ക് കലാപനിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. അതിനുമുമ്പ് ബാലഗാനമേള, ജൂനിയർ ട്രൂപ്പ് അങ്ങനെയായിരുന്നു. അപ്പൊ അവിടെ തുടങ്ങിയപ്പോ ഒരു കുറച്ച് പരിപാടികൾക്കുള്ളിൽ തന്നെ എനിക്ക് ജാനകി അമ്മയ്ക്ക് ഗിറ്റാർ വായിക്കാൻ, ലീഡ് ഗിറ്റാർ വായിക്കാനുള്ള അവസരം കിട്ടി. ആദ്യം ഒരു പ്രോഗ്രാം കഴിഞ്ഞു. പിറ്റേ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എറണാകുളം ഫൈൻ ആർട്സ് ഹോളിലായിരുന്നു പ്രോഗ്രാം. അപ്പൊ അവർ പാടിയ ഒരു പാട്ട് ഒരു ഭക്തിഗാനമായിരുന്നു, ഒരു ഭജൻ സോങ് ആയിരുന്നു, യമൻ കല്യാൺ രാഗത്തിൽ. എനിക്കന്ന് യമൻ കല്യാണം ഒന്നും അറിയാൻ പാടില്ല, പക്ഷെ പാട്ടിന്റെ ആ ഒരു ഭാവവും ആ പൂർണ്ണതയും കൊണ്ട് ഞാൻ അറിയാതെ അതിലേക്ക് ആയിപ്പോയി, ദയവും എല്ലാം കൊണ്ട്. എങ്ങനെ ഞാൻ ഓർക്കസ്ട്ര ഒക്കെ പാടി ജാനകി അമ്മ പാടി തീർത്തപ്പോ എനിക്ക് ആ രാഗത്തിൽ എന്തൊക്കെയോ ആലപിക്കണമെന്ന് തോന്നി. അറിയാതെ വന്നാലുണ്ട്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ അതിൻ്റെ അകത്ത് അങ്ങോട്ട് ആലപിച്ച് എനിക്ക് എന്തൊക്കെയോ ഒരു ലെവലിലേക്ക് ഞാൻ എത്തി. അപ്പോഴേക്കും ജാനകി അമ്മ പാടുന്ന സ്റ്റാൻഡും ഇതെല്ലാം വിട്ട് മൈക്രോഫോണൊക്കെ വിട്ടിട്ട് എന്റെ തൊട്ട് മുമ്പിൽ വന്ന് നിന്നു. ഞാനപ്പോ പുറകിൽ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് ഓർക്കസ്ട്രയുടെ കൂടെ. എന്നിട്ട് അവര് വായിക്കണത് മുഴുവൻ കേട്ടു. കേട്ട ശേഷം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കൈ തന്നിട്ട് ആഹാ ആപ്പാപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടും കൈയൊക്കെ അടുപ്പിച്ച് സത്യത്തിലേക്ക് രോമാഞ്ചം വന്നു വരുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ബോധം വന്നത്. അങ്ങനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ മറന്നു പോകുന്നേ, അത്രയ്ക്ക് അമാനുഷികമായ ലയമാണ്. സംഗീതം കൊണ്ട് ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ജാനകി നമ്മുടെ പാട്ട് കേട്ടിട്ട് അതിന്റെ ലയം, അപാര ലയവും ഫീലും എല്ലാം കൂടി കൊണ്ട് അതിന്റെ സ്റ്റൈലും എല്ലാം കൊണ്ട് നമ്മൾ വേറൊരു ലോകത്തായി പോകും. അങ്ങനെയാണ് ജാനകി നമ്മുടെ ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ. കാലിക്കറ്റ് വെച്ച് ജാനകി അമ്മ 2 മണിക്കൂർ, അപ്പൊ എനിക്ക് വലിവുള്ള ഒരു ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വലിക്കാനുള്ളതൊക്കെ വലിച്ച് ശരിയാക്കി എന്നിട്ട് സ്റ്റേജിൽ കയറി 2 മണിക്കൂർ പാടുന്നതിന് പകരം ജനങ്ങൾ 5 മണിക്കൂർ പാടിച്ചു, അവരൊറ്റ ആള്. ഈ ഫൈൻ ആർട്സ് ഉള്ള പ്രോഗ്രാമിൽ അത്ഭുതം പോലെ ഞാൻ കണ്ടു എന്നുള്ള ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞു, ഞാൻ ഒരു പാട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു എഫക്റ്റ് ഞാൻ ഓൺ ദ സ്പോട്ട് കമ്പോസ് ചെയ്യും, നിങ്ങൾ എന്റെ പുറകെ വന്നേക്കണം എന്ന് പറഞ്ഞു. വന്നപ്പോഴത്തേക്ക് അത് ആദ്യം ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം, പിന്നെ ഒരു ഫീമെയിലിൽ വേറെ എന്തോ ഒരു ക്ലാസിക്കൽ ടൈപ്പ് ആണ്. ഇങ്ങനെ ഓരോ വരി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ആണിന്റെ ശബ്ദം, ചിലപ്പോൾ ഒരു കിളവിയുടെ ശബ്ദം, പിന്നെ ഭ്രാന്തിയുടെ ശബ്ദത്തിലവിടെ അലറേണവര്. എന്റെ ദൈവമേ, എല്ലാരും ഇങ്ങനെ ത്രസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ആരെ കൊണ്ട് സാധിക്കും? ഞങ്ങൾ അവസാനമല്ല, ഒരു ഗാനമേളക്ക് അവസാനം കൂടിയ പ്രോഗ്രാമിന് റെക്കോർഡിങ്ങിന് കൂടിയത് 2 പാട്ടുകൾക്കാണ്. ആദ്യത്തെ പാട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി, മയിലായി പറന്നു മയിലായി, അത് മയിൽപ്പീലിക്കാവ്. അവരോടൊന്നും പറയേണ്ടി വന്നില്ല, അവർക്ക് അതങ്ങോട്ട് അയച്ചു കൊടുത്ത് അവർ പാടി ഇങ്ങോട്ട് വന്നു. നമ്മൾ ഉദ്ദേശിച്ചതിന്റെ അപ്പുറത്ത് അവർ പാടി. പിന്നെ ഞങ്ങൾ നേരിട്ട് പാടിച്ചത് മദ്രാസ് തന്നെ വേറൊരു പടത്തിന് വേണ്ടി പഴയ ഒരു പാട്ട് റീവർക്ക് ചെയ്തിട്ട് എന്താണ്, ഇരിക്കുമ്പോ കൂടെ ചിരിക്കാൻ, അതാണ് ഞങ്ങൾ റെക്കോർഡിങ്ങിന്, ഫിലിമിന്റെ റെക്കോർഡിങ്ങിന് ഒരുമിച്ച് ഞങ്ങൾ ചേർന്ന് നിന്ന് വർക്ക് ചെയ്തത്. പിന്നെ ദാസിയേട്ടനായിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാമിന് അകലെയൊക്കെ പാടിയപ്പോൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. എപ്പ കണ്ടാലും ഭയങ്കര സ്നേഹമാണ്, അതാണ് അവരുടെ ഒരു പ്രത്യേകത. മനസ്സിലിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. എന്നുണ്ടെങ്കിൽ നിസ്സാര 16 വയസ്സിലായിട്ട് പാടിയ സിംഗാര വേലൻ എന്നുള്ള പാട്ട് നാഗോത്തരം വായിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളാ വന്നത്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഇവരുടെ നമ്മുടെ അമ്മയുടെ മുമ്പിൽ മുട്ടി നിൽക്കാനായിട്ട് പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസിക്കലൊന്നും പഠിക്കണ്ട, അല്ലാതെ തന്നെ ഏത് കൃതിയും ഈസി ആയിട്ട് പാടും. പിന്നെ ഒരു ഭാവം ഉണ്ടാവില്ല, പക്ഷേ ശബ്ദത്തിൽ എത്ര ഭാവങ്ങൾ കടന്നു പോയിരിക്കുന്നു അല്ലേ? പുറയുന്ന ഇങ്ങനെ ഞങ്ങൾ ഗിറ്റാർ വായിക്കുമ്പോ ഇങ്ങനെ പുറയിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പാടേന്ന് തോന്നുന്നില്ല, പക്ഷെ ശബ്ദം ഭയങ്കര സ്റ്റൈലേക്ക് പോയിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമുക്കറിയില്ല. അത് അങ്ങനെ ഒരു പ്രത്യേക ജന്മം, ഒരു പ്രോഡിജി ജനിച്ചു, 88 വയസ്സ് വരെ ജീവിച്ചു, ദൈവം ആയുസ് കൊടുത്തു. അതൊക്കെ തന്നെ വലിയ ദൈവാനുഗ്രഹം. ദൈവത്തിന് നന്ദി പറയുന്നു, ഇത്ര വലിയൊരാളാ. അത് മാത്രമല്ല, മലയാളം പാടിക്കോട്ടെ, തമിഴ് പാടിക്കോട്ടെ, ഹിന്ദി പാടിക്കോട്ടെ, ഹിന്ദിയൊക്കെ നമ്മൾ പാടാറുണ്ട്. ലതാജിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഗായികയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. പിന്നെ കന്നഡ എന്ത് പാടിയാലും ആ ഒരു ശുദ്ധത, ആ ഭാഷയുടെ ശുദ്ധത വേറെ ആർക്ക് കിട്ടും? ഇതേപോലെ. അതെ, മലയാളി പാടുന്നത് പോലെയാണ് മലയാളി ആ പാട്ട് കേട്ടിട്ടുള്ളത്. അതെ, നമ്മൾക്ക് മലയാളം പാട്ട് കേട്ട് കഴിഞ്ഞാൽ മലയാളിയാണ് തോള്. അതേപോലെ തമിഴ്, കന്നഡ, തെലുങ്ക് എല്ലാം ഭാഷാതിഥികളൊക്കെ
കടന്നു പോയിരിക്കുന്നു ആ ശബ്ദം എന്നുള്ളതാണ്. അത് മാത്രമല്ല ഭാവത്തിന്റെ കാര്യത്തില് അവര് അപാര അഗ്രഗണ്യാണ് അവര്. ഏത് ശോകമാണെങ്കിൽ നമുക്ക് അരഞ്ഞു പോകും, ചിരിയാണെങ്കിൽ ചിരി, എന്ത് കോമഡി ആണെങ്കിൽ കോമഡി. പാട്ടിനിടയിലേക്ക് ചിരിയൊക്കെ ഇടയ്ക്ക് വരും, അതൊക്കെ എത്ര നന്നായിട്ടാണല്ലേ. തീർച്ചയായിട്ടും എന്ത് വേണമെങ്കിലും വന്നോളും. അത് ഒരു വലിയൊരു മിമിക്രിസ്റ്റിന്റെ തൊണ്ടയും കൂടി ഉണ്ട് ഇതിന്റെ അത്, ഗാനത്തിന്റെ മാത്രമല്ല. അത് അപാര ഗായകർക്ക് മാത്രമേ സാധിക്കുള്ളൂ. താൻസ് അങ്ങനെ ചെയ്തിരുന്നു പറയും. മഴ പെയ്യാൻ തീപിടിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ കൂടി മിമിക്രി കാണിക്കും. എല്ലാ വന്യമൃഗങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കുമായിരുന്നു. അതൊരു പ്രത്യേക തൊണ്ടയാണ്. തീർച്ചയായും അതാണ് ഈ വാസന്ത പഞ്ചമി നാളിൽ എന്ന പാട്ട് പല ഘട്ടങ്ങളിലായി 6 തവണ 6 വ്യത്യസ്ത രീതികളിൽ ആലപിച്ചിട്ടുണ്ട് ജാനകി. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കണത്. ഞങ്ങളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാക്ടീസിന്. അപ്പൊ തളിരിട്ട് കിനാക്കള് ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ബിറ്റ് വായിക്കാൻ മറന്നു. അപ്പൊ എന്നോട് ചോദിച്ചു എന്തേ വായിച്ചില്ല എന്ന്. ഞാൻ പറഞ്ഞു അമ്മയുടെ ലയം കണ്ടിട്ട് ഞാനും ലയിച്ചു പോയി, എനിക്ക് പരിസരം മറന്നുപോയി, ക്ഷമിക്കണം അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഒറ്റ കരച്ചിലവര്. എനിക്ക് എത്രയോ നല്ല പാട്ടുകളാണ് എനിക്ക് മലയാളത്തിൽ ബാബുരാജ് മാസ്റ്റർ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരാള് പോയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചില്. ബാബുരാജുമായി ചേർന്നിട്ടുള്ള ഗാനങ്ങളാണ് ഏറ്റവും അധികം ഹിറ്റ് ആയിട്ടുള്ളത്. അതെ, ബാബുരാജിന്റെ മനസ്സിൽ എന്ത് ഫീൽ ഉണ്ടോ അത് കൊടുക്കാൻ ഇവർക്ക് അറിയാമായിരുന്നു. അതെ, ഭാസ്കര മാഷിന്റെ വരികൾ ഒരു കാലം ഒരിക്കലും ജാനകി അമ്മ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നിന്നും ആയില്ല. സൗത്ത് ഇന്ത്യൻ അത് അങ്ങനെ ഒരു വലിയൊരു ബിംബം ഉണ്ടാക്കിയിട്ടാണ് പോയേക്കണത്. അവര് പാടിയേക്കണ പാട്ട് ഞങ്ങൾ നാളെ ഒരു ഗായത്രിയുടെ പ്രോഗ്രാം ഉണ്ട്. ഞങ്ങളെല്ലാം പല പാട്ടുകളും ജാനകി അമ്മയുടെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞ് ചെയ്തതല്ല. ആ ലിസ്റ്റ് ഇട്ടപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ജാനകി അമ്മയുടെ പാട്ടുകൾ കൂടുതൽ വന്നു. അങ്ങനെ ആൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള പാട്ട്. നാളെ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ കരഞ്ഞു പോകും ഓരോന്ന് പാടുമ്പോ. നമ്മൾ അറിയാതെ ചെയ്തിട്ടാണെങ്കിലും പിന്നീട് ഇത് ഇങ്ങനെ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിങ്ങൽ എന്തായാലും ഉണ്ടാവും. തീർച്ചയായും വളരെ നന്ദി ശ്രീ ബേണി. വളരെ വിശദമായി തന്നെ എസ് ജാനകിയെ ഓർമ്മിച്ചതിന്.